ഒരു കാറിൽ നിന്ന് എങ്ങനെയാണ് ഡീസൽ ഊറ്റിയെടുക്കുന്നത്? അതിനെപ്പറ്റിയൊരു ഐഡിയ ആർക്കും തന്നെ ഇല്ല. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കാറിൽ നിന്ന് എങ്ങനെയാണ് ഡീസൽ സിമ്പിളായിട്ട് ഊറ്റിയെടുക്കാൻ പറ്റുന്നത്. ഒരു ബുദ്ധിമുട്ടും കൂടാതെ സിമ്പിളായിട്ട് നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റും. ആ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഓസ് ആവശ്യമാണ്. ഈ ഒരളവിലുള്ള ഓസ് ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ടൈപ്പ് ഒരു പ്ലെയർ ആവശ്യമാണ്. അപ്പം ഈ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്യൂവൽ പമ്പ് ഇരിക്കുന്നത്. ഇതിപ്പം എർട്ടിക ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ഇൻടേക്ക് വാൽവും ഇൻടേക്ക് ഹോസും പുറത്തേക്ക്, അതായത് ഡീസൽ അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് തിരിച്ച് ടാങ്കിലേക്ക് വരുന്നതായിട്ടുള്ള 2 ഹോസ് ഉണ്ട്. അതിലിതാണ് ഇതിൻ്റെ ഇൻടേക്ക് ഹോസ്. ഈ ഹോസ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ നമ്മൾ പ്ലെയർ വെച്ച് നേരെ ഊരി ഈ ഹോസ് വിടിയിച്ചെടുക്കുക. അതിപ്പോൾ വീഡിയോ കാണിക്കാം എങ്ങനെയാണെന്ന്. ഇപ്പം നിലവിൽ ആ ഹോസ് നമ്മൾ ഇൻടേക്ക് ഹോസ് വെടിയിപ്പിച്ചിരിക്കുകയാണ്. എഞ്ചിനിലേക്ക് പോകുന്നതായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിച്ചേക്കാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളെടുക്കുന്ന എക്സ്ട്രാ പൈപ്പ്, ആ പൈപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഹോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡെൻറ്റ്, ഈ ഹോസിൻ്റെ എൻഡ് നമ്മളൊരു കുപ്പിയിലേക്ക്, ഒരു ജാറിലേക്ക് പിടിക്കുക. അത് വരുന്ന ഡീസൽ കളക്ട് ചെയ്യാനായിട്ട് ഈ ഹോസിൻ്റെ എൻഡ് ഈ ജാറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇത്രയും ചെയ്താൽ മതി. ബാക്കി ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചുതരാം. ഇത്ര ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ നമ്മൾ ഹോസ് അതിൻ്റെ ഇൻടേക്ക് നേരെ കണക്ട് ചെയ്ത് നേരെ ഒരു ജാറിലേക്ക്, അതിൻ്റെ എൻഡ് നേരെ ഒരു ജാറിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി ചെയ്യാൻ പോകുന്നത്, ഇനി ചെയ്യേണ്ടത് നമ്മുടെ വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ആക്കുക. ഇപ്പം ഇഗ്നിഷൻ ഓൺ അല്ല, നമ്മൾ കീ ഓണാക്കി ഇഗ്നിഷൻ ഓൺ ആക്കുക. ഇഗ്നിഷൻ ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡീസൽ ഇതുവഴി നേരെ ടാങ്കിലേക്ക് വരുന്ന, ജാറിലേക്ക് വന്ന് വീഴുന്നത് കാണാൻ സാധിക്കും. നല്ല ഫോഴ്സിലാണ് വരുന്നത്. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും. അന്നേരം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഒന്നുകൂടെ ഇഗ്നിഷൻ ഓഫ് ആക്കിയിട്ട് വീണ്ടും ഓൺ ആക്കുക. അന്നേരം വീണ്ടും ഡീസൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് വന്ന് വീഴുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഇതിനകത്ത് ഡീസൽ കുറവാണ്. ഈ വണ്ടിക്കകത്ത് ഡീസൽ ഏകദേശം കുറവായിരുന്നു. അപ്പം ലാസ്റ്റ് ഉള്ള ഡീസൽ പതയായിട്ട് കയറി വരുന്നതാണ്. ഈ ഡീസൽ വെച്ച് തന്നെയായിരുന്നു ഇന്നലെ എക്സ്പെരിമെൻ്റ് ചെയ്തത്. ആ ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ അതിൻ്റെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. 1 ലിറ്റർ ഡീസലിൽ എത്ര നേരം AC ഓണാക്കി എന്തോരം നമുക്ക് AC ഓണാക്കി വണ്ടിക്കകത്തിരിക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ വണ്ടി വെച്ച് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഏതൊക്കെയാലും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു യൂസ്ഫുൾ വീഡിയോ ആണ്. അപ്പോൾ ഇനിയൊരു അടുത്തൊരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.